ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടിയ കോൺഗ്രസിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കാൻ 100 പേരുണ്ടാകും. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വിമത സ്ഥാനാർത്ഥി വിശാൽ പാട്ടീൽ വ്യാഴാഴ്ച കോൺഗ്രസിന് നിരുപാധിക പിന്തുണ അറിയിച്ചതോടെയാണ് കോൺഗ്രസിന് സെഞ്ചുറി അടിക്കാനായത്. രാഹുലിനെയും സോണിയാഗാന്ധിയെയും സന്ദർശിച്ച വിശാൽ പാട്ടീൽ ഇന്ത്യ ബ്ലോക്കിനും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പിന്തുണയോടെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം 100 ഉയരുമെന്ന് വിശാൽ പാട്ടീലിനു വേണ്ടി പാർട്ടിയിൽ വലിയ രീതിയിൽ വാദിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഗുരുവും കോൺഗ്രസ് MLAയുമായ വിശ്വജിത് കദവും വ്യക്തമാക്കി. വിശാൽ പാട്ടീലിനൊപ്പം വിശ്വജിത് കദവും വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിശാൽ പാട്ടീൽ ഖാർഗെക്ക് പിന്തുണ അറിയിച്ച് കത്ത് നൽകി. ശേഷം പാട്ടീൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ കുടുംബം വർഷങ്ങളായി കോൺഗ്രസിന്റെ ഭാഗമാണ്. എന്റെ അച്ഛനും മുത്തച്ഛനും സഹോദരനും കോൺഗ്രസ് പാർട്ടിയിൽ അംഗങ്ങളായിരുന്നുവെന്ന് പാർട്ടി നേതാക്കളെ കണ്ടതിന് പിന്നാലെ വിശാൽ പാട്ടീൽ പറഞ്ഞു. വിശാൽ പാട്ടീൽ ഇനി മുതൽ കോൺഗ്രസിന്റെ അസോസിയേറ്റ് അംഗമാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ അസോസിയേറ്റ് MP ആകാനുള്ള കത്ത് അദ്ദേഹത്തിന് ഇനി ലോക്സഭാ സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കണം. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇത് അംഗീകരിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അസോസിയേറ്റ് MP എന്ന പദവി ഔദ്യോഗികമായി ലഭിക്കുകയുള്ളൂ. മഹാരാഷ്ട്രയിൽ 13 സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് നിരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. വിശാൽ പാട്ടീൽ അസോസിയേറ്റ് അംഗമായതോടെ കോൺഗ്രസ് MPമാരുടെ അംഗബലം 14 ഉയരും. സാംഗ്ലിയിൽ വിശാൽ പാട്ടീൽ മത്സരിച്ചതോടെ MBAയുടെ ഭാഗമായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പരാജയം നേരിടേണ്ടി വന്നു. ഇതിൽ ശിവസേന കടുത്ത അതൃപ്തിയിലാണ്. തന്റെ കുടുംബവും താക്കറെ കുടുംബവും വളരെ അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിശാൽ പാട്ടീൽ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ എന്നെ സാംഗ്ലിയിൽ നിന്ന് മത്സരിപ്പിക്കാൻ ഉദ്ധവ് താക്കറെയെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. എന്നിരുന്നാലും എങ്ങനെയോ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്റെ കുടുംബവും താക്കറെ കുടുംബവും തമ്മിൽ നല്ല ബന്ധമാണ്. ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാകില്ല എന്ന് ആം ആദ്മി പാർട്ടി തീർത്തും പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സംവിധാനമാണ് എന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഇന്ത്യ സഖ്യം നിലവിൽ വന്ന ആദ്യ ദിവസം മുതൽ ഇക്കാര്യം വ്യക്തമാക്കിയതാണ് എന്നും ഗോപാൽ റായ് പറഞ്ഞു. പഞ്ചാബിലും ആം ആദ്മിയാണ് അധികാരത്തിലുള്ളത്. ഡൽഹിയിൽ 7 സീറ്റിലും BJPയാണ് ജയിച്ചത്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, അസം എന്നീ 5 സംസ്ഥാനങ്ങളിലായി 22 സീറ്റുകളിൽ മത്സരിച്ച ആം ആദ്മിക്ക് പഞ്ചാബിലെ 3 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. പഞ്ചാബിലെ 13 ലോക്സഭാ മണ്ഡലങ്ങൾ കീഴിൽ വരുന്ന 117 നിയമസഭാ മണ്ഡലങ്ങളിൽ 33 എണ്ണത്തിൽ മാത്രമേ ആം ആദ്മിക്ക് ലീഡ് നേടാനായിട്ടുള്ളൂ.